ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എന്റെ കോവല് കൃഷിയാ. കണ്ടോണ്ട് എന്റെ കോവല് ആയി വരുന്നുണ്ട്, നല്ലതായിട്ടായി വരുന്നുണ്ട്. ഞങ്ങള് വിന്ററില് ഇതെല്ലാം ഞങ്ങൾ ഈ പ്രാവശ്യം ബേസ്മെന്റിലായിരുന്നു വെച്ചിട്ടുണ്ട്. എന്തൊരു പാടാന്നറിയാമോ, ഇത് മൂടോട് അല്ല ഈ ചട്ടിയോട് ഞങ്ങളെടുത്ത് വള്ളിയെല്ലാം എടുത്ത് അതിനകത്ത് ചുറ്റി ചുറ്റി വെച്ചിട്ട് ബേസ്മെന്റിൽ കൊണ്ടുവെക്കും. എന്നിട്ട് അതോടുകൊണ്ട് സമ്മർ ആകുമ്പോൾ ഈ പ്രാവശ്യം ഇച്ചിരി ലേറ്റ് ആക്കിയാ വെച്ച്, അതുകൊണ്ട് പടർന്നു വരുന്നതേ ഉള്ളൂ. ഈ പ്രാവശ്യം ചൂടിച്ചിരി ലേറ്റ് ആയിട്ടല്ലേ വന്നേ. എനിക്ക് പേടിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തണുപ്പ്, പിന്നെ ഇടയ്ക്ക് ഒന്നുകൂടെ തണുപ്പ് വന്നപ്പം എന്റെ കുറെയൊക്കെ ചെടികൾ പോയായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ട് എടുത്തു വെച്ചേ. അപ്പൊ എന്റെ കോവല് കണ്ടോണം പടർന്നു വരുന്നുണ്ട്, കായുമാവുന്നുണ്ട്. കാണിട്ടെ വരും. ഓ, കഴിഞ്ഞ വർഷമായിരുന്നു എന്റെ കോവയ്ക്ക കാണുന്നുണ്ട്, ഒത്തിരിയായിരുന്നു. ഞങ്ങളുടെ ഡെക്കയിലോട്ട് ഞാൻ ഇങ്ങനെ വള്ളി പടർത്തിയേ. എന്റെ ഒരു വീഡിയോ ആണ്, ഞാൻ അതിനകത്ത് നിങ്ങളെ പിന്നെ ഇടയ്ക്കൊന്ന് കാണിക്കാം. ഞങ്ങള് കസാരയിൽ ഇരുന്നോണ്ടായിരുന്നു കോവയ്ക്ക പറിക്കുന്നത്, ഇങ്ങനെ മുന്തിരിങ്ങ പറിക്കുന്നു. നല്ല രസം അത് കാണാൻ. ഞാൻ ഒരു പ്രാവശ്യം ഞാനത് ഇട്ട് കാണിക്കാം നിങ്ങളെ, ആ വീഡിയോ നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഞാൻ കാണിക്കാം. അതെന്നിട്ട് ഇങ്ങനെ വള്ളി എടുത്തിട്ട് ഈ പ്രാവശ്യം നല്ല കുട്ടപ്പനാക്കി ഞങ്ങൾക്ക് ആദ്യമൊക്കെ കൃഷി ചെയ്തപ്പോ ഞങ്ങൾക്ക് ഈ പന്തലിടാനൊന്നും അറിയത്തില്ലായിരുന്നേ. പിന്നെ ഓരോ വർഷത്തെ എക്സ്പീരിയൻസ് വന്നാൽ ഞങ്ങള് ഇത്രയൊക്കെ പഠിച്ചു വന്ന്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുമായിരുന്നു കേട്ടോ. ഓരോ വീഡിയോയും എങ്ങനെയാ കൃഷി ചെയ്യുന്നതെന്നും പന്തലിടുന്ന അതായിരുന്നു ഞങ്ങൾക്ക് മെയിൻ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പന്തലിട്ടു, പാവലിനായിരുന്നു പന്തലിട്ടു. പാവയ്ക്കൊക്കെ അങ്ങോട്ട് ഒത്തിരി ആയപ്പോണ്ട് മഴ വന്നപ്പോ എല്ലാം കൂടെ ഒടിഞ്ഞു താഴെ പോയി, എല്ലാം കൂടെ. അങ്ങനെ ഒരു വട്ടം അബദ്ധം പറ്റിപ്പോയി. പിന്നെ പഠിച്ചു എങ്ങനെ പന്തലിടുന്നുണ്ട്. ഓരോ വർഷവും ഇങ്ങനെ കണ്ടോ, നല്ല വലിയ കോവയ്ക്കായ കേട്ടോ. എന്റെ പന്തലുണ്ട് നിങ്ങള് ഇവിടെയൊക്കെ കമ്പ് നാട്ടിലുണ്ട്. ആമസോണിൽ നിന്ന് ഇതെല്ലാം മേടിച്ചോ, വലയെല്ലാം കുറെ കാശ് കൊടുക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ പച്ചക്കറി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് കൊടുക്കുകയായിരുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് ഈ പ്രാവശ്യം നല്ല. ഇനി ഒരു കോവലുണ്ട്, ഇവിടെ 3 കോവലുണ്ട്, അവിടെ 3 ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചട്ടിയൊക്കെ വെച്ച്. ഇനി ഞങ്ങളുടെ ഗറാജിന്റെ ഡോർ ചേഞ്ച് ചെയ്തപ്പോ എനിക്ക് കുറെ കമ്പി കിട്ടിയായിരുന്നു. അപ്പൊ ആ കമ്പിയെല്ലാം നാട്ടി അതേ കൂടെ ഇതെല്ലാം കയറ്റി കുറെ മെനക്കെട്ട് ഈ വർഷം. എല്ലാ വർഷവും ഉണ്ട്, ഈ വർഷം ഇച്ചിരി കൂടി മെനക്കെട്ടു. കണ്ടോ ഇങ്ങനെ കയറ്റിയേക്കുന്നു. എല്ലാം എന്റെ ഏരിയ ഇനിയുണ്ട്. ഇപ്പൊ ഇതും എന്റെ കോവലാണേ. ഞങ്ങള് കോവല് വിന്റർ ടൈമില് അകത്ത് വെച്ചപ്പം ഞാൻ കുറെ തണ്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് തണ്ടെല്ലാം അടിവശം എല്ലാം അളിഞ്ഞളിഞ്ഞു പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്തു, സമ്മറായപ്പോ ഞാൻ അതെടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് നേരത്തെ കുറെ പേര് കൊടുത്തു കേട്ടോ. എന്നോട് ചോദിച്ചായിരുന്നു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, അവർക്ക് കൊടുത്തത്. പിന്നെ ഞാൻ ഇങ്ങനെ നേരത്തെ ഒരു 4-5 മൂട് വെച്ചു. ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ അതെല്ലാം കിളർത്തു. അതെല്ലാം ഇങ്ങനെ കേറി വരുന്നുണ്ട്. പക്ഷെ ഇവന്മാരൊന്നും എനിക്ക് ഇതുവരെ പൂവും കായും തന്നില്ല. തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്റെ കഷ്ടപ്പാടനുസരിച്ച് ഇവരെ ഞാൻ ഇത്രയും നല്ലാക്കി നിർത്തുന്നവരെനിക്ക് തന്നില്ലെങ്കിൽ മോശമില്ലല്ലോ. അപ്പം അവര് നല്ലതായിട്ട് വിളവ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പടർന്നു വന്നിട്ടുണ്ട്. ഇനിയൊരു ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോഴത്തേനും ഇത് ഫുൾ കവേർഡ് ആവും. ഓക്കെ, അപ്പം ഇനി കൂടുതൽ വിശേഷമായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.